ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിരുന്നു. നമ്മുടെ സിലബസിൽ കറക്റ്റ് ഹെഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മളത് ഡീപ്പായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇലക്ട്രിക് ഫ്ലക്സ് മുതലായ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അതിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള പോർഷൻസുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ പറയും. ഇപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് വഴിയാണ് എടുത്തത്. നെക്സ്റ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അതിന് കറക്റ്റ് കൗണ്ടർ പാർട്ട് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ഓൾസോ ദ ലൈൻസ് അല്ലേ. എത്ര ലൈൻസ് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ഫ്ലക്സ് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ലൈൻസ് ആ സർഫസിൽ പാസ് ചെയ്യുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ നമ്പർ ഓഫ് ഫ്ലക്സ് പാസിങ് ത്രൂ എ സർഫസ്. ഒരു സർഫസിലെ പാസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ എണ്ണം, അത് തന്നെയാണ് നമ്പർ. ഓക്കെ, ഒരു സർഫസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു സർഫസിൽ പാസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ എണ്ണത്തിനെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെങ്കിൽ പറയുന്നത്. ഓക്കെ, അതായത് ഒരു സർഫസ് എടുക്കുന്നു, ആ സർഫസിൽ എത്ര ലൈൻസ് പാസ് ചെയ്യുന്നു, അതിന് തന്നെയാണ് നമ്മൾ നേരത്തെ ലൈൻസ് ഓഫ് ഫോഴ്സ് കാണിച്ചു തന്നില്ലേ, എൻഡ് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എത്ര എണ്ണം ഫ്ലോ ചെയ്യുന്നു അതിനനുസരിച്ചുള്ള സാധനത്തിന് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഡെഫിനേഷനാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിങ് ത്രൂ എ സർഫസ്. ഒരു സർഫസ് എടുത്തിരുന്നെങ്കിൽ അതിൽ എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്നു, അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലക്സ് ഇലക്ട്രിക് ഫ്ലക്സ് ഡിനോട്ടഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് റെപ്രസെൻറ്റഡ് സൈ. ഓക്കെ, സൈ എന്ന സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ആക്ച്വലി എന്ന് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ന്യൂമറിക്കലി അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചാർജിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്ലക്സ് മെഷർ ചെയ്യുന്ന കൂളംസിലാണ് മെഷർ ചെയ്യുക. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടി ഓർത്ത് വെച്ചേക്ക്. ഇലക്ട്രിക് ഫ്ലക്സ് ന്യൂമറിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തിന് ഇക്വലൻ്റ് ആണ്, ചാർജിന് ഇക്വലൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ കൂളംസ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഒക്കെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി പറഞ്ഞ അതേ കേസിൽ തന്നെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയും വരുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ട് റെഫേഴ്സ് ടു എ ഹൈപ്പോത്തറ്റിക്കൽ സർഫസ്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സർഫസ്, നമ്മൾ ഒരു ഇമാജിനറി സംഭവമാണ് അല്ലേ. അപ്പോൾ ആ ഇമാജിനറി സംഭവത്തിലെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സർഫസ് ആണ്. ആ സർഫസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ക്ലോസ്ഡ് ഓപ്പണോ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ആ സർഫസിൽ നമ്മൾ മെഷർ ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതിൽ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു സർഫസിൽ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി. നമ്മളിതുപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മളൊരു സർഫസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞ ടെർമിനോളജികൾ വരികയാണെങ്കിൽ നമ്മളെപ്പോഴും അവിടെ ഒരു ഏരിയേൻ്റെ ഒരു വിത്ത് റെസ്പെക്റ്റുമാണ് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയും നമ്മൾ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് അപ്രോച്ച് വരിക. അപ്പോൾ അത് നമ്മൾ ഏരിയ വിത്ത് റെസ്പെക്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയെ നമ്മൾ സിമ്പിൾ ഡെഫിനേഷൻ പോലെ പറയുവാണെങ്കിൽ ആക്ച്വലി രണ്ട് തരത്തിൽ ഇതിനെ പറയാം. നമുക്ക് പറയാം ഫ്ലക്സ് ഡെൻസിറ്റിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഫ്ലക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്, സൈ വെച്ചിട്ടാണ്. ശരിയാണല്ലോ. അപ്പോൾ ഒരു ഡെൽറ്റ എസ്, ഒരു ക്ലോസ് സർഫസ് ഡെൽറ്റ എസ് ആണ് ഒരു സർഫസ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിലുള്ള ഏരിയനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എ എന്ന് വിളിക്കുന്നു. ഓക്കെ, ആ സർഫസിലെ ഏരിയനെ നമ്മൾ എ എന്ന് വിളിക്കുന്നു.
അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ഡെൻസിറ്റിയെ നമ്മൾ ഡി കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, കറക്റ്റായ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നോർമൽ ഫ്ലക്സ്, അതിൽ ഫ്ലോ ചെയ്യുന്ന നോർമൽ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഫ്ലക്സ്. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു ഒരു സർഫസിൽ ഇവിടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ സർഫസിലുള്ള ഏരിയയിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ പാസ് ചെയ്യുന്ന എത്ര ഫ്ലക്സ് ആണോ അതിൻ്റെ എമൗണ്ടാണ് നമ്മൾ എന്താ പറയുക ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുക. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഡിനോമിനേറ്ററിൽ ആരുണ്ടാവും, ഏരിയ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെയും നമുക്ക് എങ്ങനെ എഴുതാം, നമ്മളെ ഡി, നമ്മൾ നേരത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു അല്ലേ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്, സൈ ബൈ എ അല്ലേ. ഇതാണ് ഫ്ലക്സ്, ഇതാണ് ഏരിയ. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി ആണ് ബി ബൈ എ, ഫ്ലൈ ബൈ എ. അതുപോലെ തന്നെ ഇവിടെയും ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, ഇറ്റ് വിൽ ബി സൈ ബൈ എ. ഇമ്പോർട്ടൻറ്റ് ടേമാണിത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സൈ ഏതിലാണ് മെഷർ ചെയ്യുന്നത്, സൈ ഈസ് മെഷേർഡ് ഇൻ കൂളംസ്. അത് കാരണം ചാർജിന് ഇക്വലൻ്റ് ആണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഫ്ലക്സ് ഡെൻസിറ്റി നമുക്ക് പറയാം, നമ്മളിതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, കൂളം പെർ മീറ്റർ സ്ക്വയർ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, മീറ്റർ സ്ക്വയർ ആണ്. സൈ എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വലൻ്റ് ആണ്, നമ്മളുടെ ചാർജിന് ഇക്വലൻ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈ ഈസ് ഈക്വൽ ടു നമ്മുടെ ഡി ഈസ് ഈക്വൽ ടു സൈ ബൈ എ, അല്ലെങ്കിൽ കൂളം പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ. അപ്പോൾ അതൊരു ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഏരിയ എയിലെ പാസ് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് കേട്ടോ. ഇലക്ട്രിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ നമ്മൾ ഇതേ കാര്യം തന്നെ നമ്മളൊരു സ്പിയർ പോലത്തെ ഒരു ഇത് കാര്യം എടുക്കുകയാണ്. ഓക്കെ, ആ സ്പിയർ പോലെയുള്ള സർഫസ് എടുക്കുന്നതിന് മുന്നേ ഒരു പോയിന്റ് പറയാൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയും നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ റിലേഷൻ ഉണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഇ. ഓക്കെ, അല്ലെങ്കിൽ പറയാം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഡി ബൈ എപ്സിലോൺ. ഓക്കെ, അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു ആണെന്ത്, എപ്സിലോൺ ഇ. ഓക്കെ, ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെർമിറ്റിവിറ്റി ആണ്, ശരിയല്ലേ. ആ പെർമിറ്റിവിറ്റി എപ്സിലോണെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, വി കൻ ഡിഫൈൻ ചെയ്യാം എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ. ഓക്കെ, അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് വരും, ഇറ്റ് വിൽ ബി എപ്സിലോൺ 0 എപ്സിലോൺ ആർ ഇൻറ്റു ഇ. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡി. അപ്പോൾ എപ്സിലോൺ എന്ന് പറഞ്ഞ പെർമിറ്റിവിറ്റി നമുക്കറിയാം, അത് നമ്മൾ മാറ്റി എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഫോർമുലയും കൂടി എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക, ഡിയും ഇയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീൻ്റെ കാര്യം എവിടെയാണ് വരുന്നത്, നമ്മളതൊരു ചെറിയൊരു ഡിസ്പ്ലേസ്മെൻ്റ് എടുക്കുമ്പോൾ ഉള്ളൊരു സംഭവമാണിത്. ഓക്കെ, ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, ഈ ഫോർമുലയും കൂടി നിങ്ങളൊന്ന് അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞു, നമ്മളൊരു എന്താണ് ഒരു സ്പിയർ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ആ സ്പിയർ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് ചാർജ് ഉണ്ട്. അപ്പോൾ യൂണിറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ആസ് നമ്മുടെ ക്യൂ കൂളംസ് അല്ലേ. അതിനൊരു സ്പിയർ കൺസിഡർ ചെയ്യുകയാണ്, റേഡിയസ് ആർ. ഓക്കെ, ഈ ചാർജിൻ്റെ പുറത്ത് ഒരു റേഡിയസ് ആർ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ക്യൂ കൂളമ്പാണ്, ശരിയല്ലേ. നമ്മൾ ക്യൂ കൂളമ്പിൻ്റെ കേസിൽ ഇപ്പോൾ ക്യൂ കൂളമ്പാണ് ടോട്ടൽ ഫ്ലക്സ്. അതൊരു നോർമലി ഒരു ഏരിയയിലാണ് വന്ന് പതിക്കുന്നത്, ശരിയല്ലേ. ആ ഏരിയ എത്രയാണെന്ന് അറിയണമെന്നുള്ളൂ കാര്യം. അപ്പോൾ ഏരിയ നമ്മളിവിടെ ഒരു സ്പിയർ ആണ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 4πr². അതറിയാനേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ഫ്ലക്സ് ഡെൻസിറ്റി നമുക്ക് എന്താ പറയുക, സൈ ബൈ എ തന്നെയാണ്, പക്ഷേ സൈ ബൈ
ഏരിയയ്ക്ക് വരെ സ്പിയറിൻ്റെ ഏരിയ എത്രയാണ് 4πr². ക്ലിയർ? ആ ഒരു പോയിൻറ്റും കൂടി എന്ത് ചെയ്യുക, നോട്ട് ചെയ്യാം. അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു കേസിൽ പറയാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ സ്പിയർ ആണെന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ സ്പിയർ എന്നുള്ളതെങ്കിൽ നമ്മൾ ആ ഏരിയൻ്റെ എ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം, 4πr² നമ്മൾ എന്ത് ചെയ്യണം, വെക്കണം. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഡി എന്ന് പറഞ്ഞാൽ ε0 ε r × e. അതാണ് ഇവിടെ എഴുതി വെക്കാൻ പോയിന്റ് കേട്ടോ. ε0 ε r × e. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഈ ഫോർമുലാസ് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ കുറിച്ചാണ് പറയാനുള്ളത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്ന സ്ഥലത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു നമ്മൾ ഇതേ സാധനം തന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യത്തിലും പറഞ്ഞിരുന്നു, ശരിയല്ലേ? കാരണം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് H എന്ന് പറഞ്ഞിരുന്നു, ശരിയല്ലേ? അപ്പോൾ ഇതേ കമ്പാരിസൺ നമ്മൾ അവിടെയും നടത്തിയിരുന്നു. ഒരു സിമിലർ ടൈപ്പ് ഓഫ് കമ്പാരിസനാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയാണോ എഴുതിയത് അതേപോലെ തന്നെ നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീൻ്റെ വേറെ പേരുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പറഞ്ഞു, മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നമ്മുടെ ഫീൽഡ് സ്ട്രെങ്ത് എന്നും വിളിക്കും ഇതിന്. ഓക്കെ, നമ്മളവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് വിളിച്ച പോലെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി, വെറുതെ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ് കോൾഡ് ആസ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന സാധനം 3 തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് അറിയാമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയൊക്കെ വേണം നമ്മൾ ഡിഫൈൻ ചെയ്യാനെന്നുള്ളതും കൂടി നമുക്കൊന്ന് അറിയണം. അപ്പോൾ അതിൻ്റെ ബേസിസിൽ പറയുവാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ 3 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. അപ്പോൾ 3 തരത്തിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ഒരു പോയിന്റ് ഇവിടെ വെക്കുക, ഒരു പോയിന്റ് ചാർജ് ഇവിടെ വെക്കുക, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചു. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ വരുന്ന എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ഓക്കെ, അല്ലെങ്കിൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ആ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് വിത്ത് റെസ്പെക്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു പോയിന്റ് ചാർജ് ഇവിടെ വെച്ചു, നമ്മൾ പി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് കുറേ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ പോകുന്നുണ്ടാവും, ഒരുപാട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ പോകുന്നുണ്ടാവും. അത് നമ്മൾ ക്യൂ കൂളംസ് റെപ്രസെൻ്റ് ചെയ്തു. അതുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇ. ഓക്കെ, ഇതൊരു പോയിന്റ് എ എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. അതാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് എന്നെ ഇപ്പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആണ്. ഈ പോയിന്റ് എയും ഈ പോയിന്റ് ചാർജ് നമ്മുടെ ഡിസ്റ്റൻസ് നമ്മുടെ ഡി ആണ്. ഓക്കെ, അപ്പം ഈ ചാർജിൻ്റെ ഇത് പറഞ്ഞു എത്ര കൂളമാണ്, ക്യൂ കൂളമാണ്. അപ്പം നമ്മൾ ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഡിസ്റ്റൻസ് ഡി എടുത്തിട്ട് നമ്മൾ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ആണല്ലോ തരുന്നത്, അത് നമ്മളിവിടെ എ എന്നുള്ള സാധനത്തിലാണ് റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ പർട്ടിക്കുലർ പോയിൻ്റ് ഉണ്ട്, അതിനൊരു ഡിസ്റ്റൻസ് ഡി ഉണ്ട് അല്ലേ? അപ്പോൾ
ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഓക്കെ, അതായത് ആ ചാർജിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ചാർജ്, പോയിൻറ്റ് ചാർജ് എന്തായിക്കോട്ടെ, പോസിറ്റീവ് ചാർജാണ് ഇവിടെ വെച്ചെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പ്ലസ് ക്യൂ, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് കൊടുത്തത്, പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് അവിടെ പ്ലസ് കൊടുത്തത്. അപ്പോൾ ആ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് എത്രയാണെന്ന് പറഞ്ഞാൽ ആ ഫോഴ്സിനാണ് ഡിഫൈൻ ചെയ്യുന്നത്, ആ ഫോഴ്സ് എഫ് ആണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് ആണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ആ ഫോഴ്സ് വിത്തിൻ എ ചാർജ്, അതായത് ഒരു പർട്ടിക്കുലർ ചാർജ്, ഒരു പോയിൻ്റ് ചാർജാണ് ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു ഇൻ എ ചാർജ്, ഒരു ചാർജിൽ എത്രമാത്രം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ക്യൂ ചാർജാണ്, ആ ക്യൂ ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് എഫ്. ഓക്കെ, അപ്പോൾ ആ പോയിന്റിൽ, പർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് എന്ത് പറയാം, വി ക്യാൻ സേ ദാറ്റ്, അതായത് ഈ പോയിന്റ് പി, ഓക്കെ, ഈ പോയിന്റ് പിയിലെ ക്യൂ കൂളമ്പിൽ എക്സേർട്ട് ചെയ്യുന്ന, ഈ ക്യൂ കൂളമ്പിൽ, ഈ പോയിന്റ് പിയിലെ ക്യൂ കൂളമ്പിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് എഫ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ ക്യൂ കൂളമ്പിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആ പോയിന്റ് ചാർജ്, ആ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ. ക്ലിയർ? അങ്ങനെയാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുക, നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൻ്റെ യൂണിറ്റ് എന്താണ് വരിക, യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിറ്റ് ചോദിക്കാറുണ്ട്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്താണ്, ന്യൂട്ടൺ ആണ്, ക്യൂ എന്താണ്, കൂളം. അപ്പോൾ എന്ത് വരും, ഇറ്റ് വിൽ ബി ന്യൂട്ടൺ പെർ കൂളം. ചോദിക്കാറുണ്ട്, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും ക്യൂവിൻ്റെ യൂണിറ്റ് കൂളം ആകുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ന്യൂട്ടൺ പെർ കൂളം. അത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, പിന്നെ ഈ ന്യൂട്ടൺ കൂളം തന്നെ നമ്മൾ ഇതാണ് ഈ ഫിഗറാണ് ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതായത് ഒരു ക്യൂ, ഒരു ഡി ഡിസ്റ്റൻസ്, ഒരു ക്യൂ ചാർജ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് എഴുതാം, എഫ് ബൈ ക്യൂ എന്ന് എഴുതാം. ശരിയല്ലേ? ഒന്നുകിൽ നമുക്ക് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒക്കെ എഴുതിയിരുന്ന പോലെ എങ്ങനെ എഴുതാം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈക്വൽ ടു എന്താണ്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇതിലെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ, നമ്മളെ സാധാരണ ഫോഴ്സിൻ്റെ, നമ്മളെ കൂളംസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, കൂളംസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ 9 × 10⁹ Q1 Q2 by d². ശരിയാണല്ലോ? അവിടെ രണ്ട് ചാർജുകൾ Q1 എന്നും Q2 എന്നും പ്ലേസ് ചെയ്തിരുന്നു വിത്ത് ഡിസ്റ്റൻസ് d. അപ്പോൾ കിട്ടിയ ഇക്വേഷനാണ്. ഇവിടെ രണ്ട് ചാർജ് ഉണ്ടോ? ഇല്ലല്ലോ, ഇവിടെ ഒറ്റ പോസിറ്റീവ് ചാർജ് അല്ലേ ഉള്ളൂ, ഒരു ചാർജ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ചാർജ് ആകുമ്പോൾ ഒരു ക്യൂ അല്ലേ വേണ്ടു. അപ്പോൾ ജനറലി അതിനെ എന്ത് വിളിക്കും, ക്യൂ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ആ ക്യൂ എക്സേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് അറിയണമെങ്കിൽ നമ്മൾ ഈ രണ്ട് ക്യൂവിന് പകരം ഒരു ക്യൂ കൺസിഡർ ചെയ്യാത്ത എഴുതാം, അല്ലെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ ഫോഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് ഫോഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നൊരു ഫോഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 9 × 10⁹. ഇത് Q1 Q2 പകരം ക്യൂ തന്നെ എഴുതാം. ഓക്കെ, ഡിവൈഡഡ് ബൈ d² ഇൻറ്റു ആരുണ്ടാകും, ഇവിടെ ഒരു വേറെ ക്യൂ ഉണ്ട് അല്ലേ, അപ്പോൾ അവിടെ ഒരു ക്യൂ. അപ്പോൾ അങ്ങനെ ക്യൂവും കട്ട് ചെയ്തിട്ട് എന്ത് വരും, 9 × 10⁹ Q/d² എന്ന് വരും. ക്ലിയർ? ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക, ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 9 × 10⁻⁹ Q/d². ഓക്കെ, കാരണം മനസ്സിലായല്ലോ, നമ്മളിവിടെ ഒരു ക്യൂ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ടോട്ടൽ ഫോഴ്സിനെ ഒരു ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. മൊത്തം രണ്ട് ചാർജ് ന്യൂമറേറ്ററിൽ ഉണ്ടായിരുന്ന രണ്ട് ചാർജിൽ ഒരു ചാർജ് കട്ടായി പോവും, ബാക്കി വരുന്ന ചാർജാണ് ക്യൂ. ഓക്കെ, ഇത് എന്ത് തന്നെയാലും ഇതിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്, ന്യൂട്ടൺ പെർ കൂളമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല ഓർത്ത് വയ്ക്കുക, ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീൻ്റെ ഫോർമുലയാണ്. ഓക്കെ, ഫോഴ്സ് ആകുമ്പോൾ അവിടെ എന്ത് വരും, Q1 Q2 വരും. ആ ഡിഫറൻസ് നോട്ട് ചെയ്യാം കേട്ടോ. ഫോഴ്സ് ആകുമ്പോൾ Q1 Q2 വരും, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആകുമ്പോൾ ഒരു ചാർജ് വരും, അപ്പോൾ ക്യൂ മാത്രമേ വരുള്ളൂ. ഓക്കെ,
ഇങ്ങനെ നമുക്ക് ഇതാണ് ഒരു ഫസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു വേ ഓഫ് ഡിഫൈനിങ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നെക്സ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ ഡിഫൈൻ ആസ് ഈക്വൽ ടു ദ ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ എ യൂണിറ്റ് ക്രോസ് സെക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷനേ ഉള്ളൂ. യൂണിറ്റ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ ആ യൂണിറ്റ് ക്രോസ് സെക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന ചാർജ് Q കൂളം ഉണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് ലൈൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ് ഈസ്, എത്ര ലൈൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ്, ഇത് ഓർത്ത് വെച്ചേക്ക്, Q/ε ലൈൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈൻസ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ്, നമ്പർ ഓഫ് ലൈൻസ് അല്ല, നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്രയാണ്? Q/ε ആണ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മളൊരു ഏരിയയിലാണ് അതിന് വന്ന് പതിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, അങ്ങനെ നമ്മളൊരു ഏരിയയിൽ ഇത്രയും ഫോഴ്സ് വന്ന് പതിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ഇക്വേഷനാണ് ഇറ്റ് ഈസ് Q/ε. അതാണല്ലോ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് വിത്തിൻ ഏരിയ. ഒരു ഏരിയയിൽ ഇത്രയും ലൈൻസ് ഓഫ് ഫോഴ്സ് എത്ര? Q/ε ഡിവൈഡഡ് ബൈ എ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി Q/ε. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇതിൽ നമുക്ക് ഈ ടേം അറിയാലോ. ഈ ടേം ആരാണ്? Q/a ആരാണ്? Q/a എന്ന് പറയുന്നത് നമ്മുടെ അല്ല, Q/a എന്ന് പറയാവുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മളുടെ ψ/a, കാരണം Q തന്നെയാണ്, ചാർജ് തന്നെയാണ് നമ്മളെന്ത് ഫ്ലക്സ് അല്ലേ. ψ/a എന്ന് പറയാം, Q/a എന്ന് പറയാം, അല്ലെങ്കിൽ ψ/a എന്ന് പറയാം. അപ്പോൾ ψ/a അല്ലെങ്കിൽ Q/a എന്ന് പറയുന്ന ടെർമിനോളജി ആരാണ്? അതാണ് ഫ്ലക്സ് ഡെൻസിറ്റി D ഒരു ഏരിയൻ്റെ. ശരിയല്ലേ? അപ്പോൾ ഇതിന് പകരം നമുക്ക് D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ E എന്ന് പകരം നമുക്ക് ആരെ എഴുതാം? D/ε എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയൊരു ഇക്വേഷൻ ഇല്ലേ, ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിരുന്നല്ലോ, ഈ ഇക്വേഷൻ കിട്ടുന്നത് D = E∈E. ശരി, ഞാൻ അവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇക്വേഷനിലേക്ക് എത്തിപ്പെടുന്നത്. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചാലും മതിയാവും. ഓക്കെ, അപ്പോൾ ഇതിന് വരെ നമുക്ക് എപ്സിലോൺ എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ എപ്സിലോണിൽ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. അങ്ങനെ മാറ്റി എഴുതാം. എപ്സിലോണിന് പകരം നമുക്ക് എഴുതാം ε0 ε r. ശരിയല്ലേ? അപ്പം E = D/ε അല്ലെങ്കിൽ D/ε0 ε r എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതൊരു മീഡിയത്തിലാണെങ്കിൽ, ഇനി എയർ മാത്രമേ ഉള്ളൂ എങ്കിൽ എവിടെ എന്ത് മാത്രമേ വരുള്ളൂ? ε0 മാത്രമേ വരുള്ളൂ കേട്ടോ, അത് ഓർത്ത് വെച്ചോ. എയർ മാത്രമാണെങ്കിൽ ε0 മാത്രമേ വരുള്ളൂ. ഈ ഇക്വേഷൻ വരുന്നത് ഇതൊരു മീഡിയം ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് ഒരു യൂണിറ്റും കൂടി നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ദിസ് യൂണിറ്റ് ഈസ് നത്തിങ് ബട്ട് വോൾട്ട് പെർ മീറ്റർ. എന്താണ്? വോൾട്ട് പെർ മീറ്റർ എന്നുള്ളൊരു യൂണിറ്റും കൂടിയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രൂഫിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, നിങ്ങൾ ജസ്റ്റ് പഠിച്ചാൽ മതി. അതായത് വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ 2 യൂണിറ്റ് ആയി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഏതൊക്കെയായി? ഒന്ന് ന്യൂട്ടൺ പെർ കൂളം, അതുപോലെ വോൾട്ട് പെർ മീറ്റർ. എല്ലാം ആരാണ്? E ആണ്. E ആരാണ്? E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് വേറെ തരത്തിലും ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്നും പറഞ്ഞ് ഡിഫൈൻ ചെയ്യാം.
അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ, ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോ, ഡിവിഷനിൽ എക്സ് ഉണ്ടാവും, അതായത് ഒരു മീറ്ററോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും ആക്ച്വലി. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ആരുണ്ടാവും? മുകളിൽ ആരുണ്ടാവും? പൊട്ടൻഷ്യലും ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? ഡി വി ബൈ ഡി എക്സ് ആണ് പറയുന്നത്. ഓക്കെ, എന്താണ്? ഡി വി ബൈ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വരിക? ഇവിടെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക? അതായത് ഈ ഡി വി ബൈ ഡി എക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് എഴുതാം, ഇറ്റ് വിൽ ബി ഡി വി ബൈ ഡി എക്സ്. ഈ ഡി വി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചേഞ്ചാണ്. ഓക്കെ, ഈ ഡി വി ഡി എക്സ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ചേഞ്ചാണ്. രണ്ട് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ രണ്ട് തലത്തിലുള്ള സാധനങ്ങളുടെ ചെറിയൊരു ചേഞ്ചിനാണ് ഡി വി ഡി എക്സ് എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുക. വാട്ട് എവർ നമ്മുടെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഈ ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണെന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓർത്ത് വെക്കണം, നമ്മൾ ഇ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എങ്ങനത്തെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫോൾ ഓഫ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഫോള് കാണിക്കാൻ, റൈസ് ആകുമ്പോൾ നമുക്ക് പോസിറ്റീവ് എന്ന് കാണിക്കാം. റേറ്റ് ഓഫ് ഫോൾ ആയതുകൊണ്ട് തന്നെ അത് കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരു നെഗറ്റീവ് സിമ്പലും കൂടി ഉണ്ടാവും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ്. ക്ലിയർ? ഈ പോയിന്റ് കൂടി അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ആക്ച്വലി ഈ ഒരു പോയിൻ്റിൽ നിന്നാണ് ആക്ച്വലി എന്ത് നിങ്ങൾക്ക് കിട്ടുക? നേരത്തെ പറഞ്ഞ യൂണിറ്റ് കിട്ടുക. ഏത് യൂണിറ്റ്? വോൾട്ട് പെർ മീറ്റർ. ശരിയല്ലേ? കാരണം ഡി വി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? വോൾട്ടേജിനാണ്. ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? മീറ്ററാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വോൾട്ട് പെർ മീറ്റർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഈ ഇയും ഡിയും ഒക്കെ എങ്ങനത്തെ ക്വാണ്ടിറ്റികളാണ്? വെക്ടർ ക്വാണ്ടിറ്റികളാണൊക്കെ. കാരണം അതിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, അവർക്കൊക്കെ എന്ത് ചെയ്യും? ഡയറക്ഷനും ഡിനോട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഡി എ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എപ്സിലോൺ 0 ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അതായത് ഇതും വെക്ടറാണ്, ഇതും എന്താണ്? വെക്ടറാണ്. ഓക്കെ, അപ്പോൾ രണ്ടിലും നമുക്ക് എന്ത് ചെയ്യാം? വെക്ടർ ഡിനോട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും പഠിച്ചു, അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റിയും പഠിച്ചു, നമ്മുടെ ഇതും പഠിച്ചു അല്ലേ? ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു ടേം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷനാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ടേം ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത്, ഒരു ബോഡി, നമ്മൾ രണ്ട് ടൈപ്പ് ബോഡീസ് ഉള്ളത് ആക്ച്വലി. അതായത് ഒന്നാമത്തെ ചാർജ്ഡ് ബോഡിയും അതുപോലെ തന്നെ അൺചാർജ്ഡ് ബോഡിയുമാണ്. ഓക്കെ, അതായത് ഒന്ന് ചാർജ് ചെയ്ത് വെച്ച ബോഡിയും അല്ലെങ്കിൽ ചാർജ് ചെയ്ത് വെക്കുന്ന ബോഡിയും, ഒന്ന് ചാർജ് ചെയ്യാതെ വെക്കുന്ന ബോഡിയും. അപ്പോൾ ആക്ച്വലി ഒരു ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ആൻ അൺചാർജ്ഡ് ബോഡി. അതായത് ചാർജ് ചെയ്യാത്തൊരു ബോഡിയെ എന്ത് ചെയ്യുന്നു നമ്മൾ? ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ചാർജ്ഡ് ബൈ നിയർനെസ് ഓഫ് എ ചാർജ്ഡ് ബോഡി. ഒരു ചാർജ്ഡ് ബോഡി നമ്മളൊരു അൺചാർജ്ഡ് ബോഡീനെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതെന്താവും? ചാർജ് ചെയ്യപ്പെടും. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻഡക്ഷൻ. നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുവാണ് ചാർജ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ്, എ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഇൻസുലേറ്റഡ് അൺചാർജ്ഡ് ബോഡിയിലാണ് ആദ്യം വെച്ചിരുന്നത്, ബിയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കണ്ടു ഈ ബിൻ്റെ എൻ്റെ അടുത്തുള്ള ചാർജ്, എൻ്റെ അടുത്തുള്ള സ്ഥലം. ഓക്കെ, ആ എൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ എ ഇവിടെയുണ്ട്, ബി ഇവിടെയുണ്ട്. ഇപ്പോൾ ഇതൊരു അൺചാർജ്ഡ് സാധനമായിരുന്നു, പക്ഷേ ദ എൻഡ് ബി നിയറർ ടു എ, ബി ഇതാണല്ലോ മൊത്തം ബി, ഇതിന് അടുത്തുള്ള റീജിയൻ, അതായത് ഈ റീജിയൻ. ഓക്കെ, ഈ റീജിയൻ ടിക്കറ്റ് ഈ റീജിയൻ എന്ന് പറയുന്ന സാധനം
എന്താവും, ഇവിടെ പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് നെഗറ്റീവ് ചാർജാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇൻഡ്യൂസ് ചെയ്യുക. ക്ലിയർ? നേരെ ഓപ്പോസിറ്റ് ചാർജാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇവിടെ നെഗറ്റീവ് ചാർജാണ് ഇൻഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് എന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ നെഗറ്റീവും പോസിറ്റീവ് ചാർജുകൾ നമുക്ക് എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ബിയിൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്തു. ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജുകളെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ചാർജ്. കാരണം നമ്മളിവിടെ ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവച്ചു. അപ്പോൾ ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവച്ചതിന് ഫലമായിട്ട് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ? അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജ് നമ്മൾ എന്ത് വിളിക്കുന്ന പേരാണ്, ഇൻഡ്യൂസ്ഡ് ചാർജസ്. അപ്പോൾ അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജിനാണ് നമ്മൾ ഇൻഡ്യൂസ് ചാർജ് എന്ന് വിളിക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ രണ്ട് ചാർജ് ഉണ്ടല്ലോ, ഇവിടെ നെഗറ്റീവ് ചാർജുണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജുണ്ട്. ദ നെഗറ്റീവ് ചാർജ് ഓഫ് ബി, ഈ ബിൻ്റെ ഈ നെഗറ്റീവ് ചാർജിനെ വിളിക്കുന്ന പേരാണ് ബൗണ്ട് ചാർജ്. എന്താണ് ബൗണ്ട് ചാർജ്? കാരണം ഈ ബൗണ്ട് ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര കാലം ഈ പോസിറ്റീവ് എയിൽ അല്ലെങ്കിൽ നമ്മളെ ഈ എയിൽ ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും കാലം ഈ ബിയിൽ ഈ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് അത് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇത് പോയാൽ ഇതും പോവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് ബൗണ്ട് ചാർജ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഈ ബിൻ്റെ നെക്സ്റ്റ് എൻഡായ ഇത്, അതായത് പോസിറ്റീവ് ചാർജാണല്ലോ ഇപ്പുറത്തുള്ളത്, ഈ ചാർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീ ചാർജ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമ്മൾ ഈ മൊത്തത്തിൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജുകൾ ഇൻഡ്യൂസ്ഡ് ചാർജ് എന്നും, ഈ ഇവിടെ എത്ര കാലം ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും കാലം തന്നെ ഇവൻ്റെ അടുത്ത് എന്തുണ്ടാവും, നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഈ നെഗറ്റീവ് ചാർജ് കാരണമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് ചാർജ് വരുന്നത്. ഈ നെഗറ്റീവ് ചാർജിനെ, ഈ പോസിറ്റീവ് ചാർജ് എത്രത്തോളം, ഈ എൻ്റെ പോസിറ്റീവ് ചാർജ് എത്രത്തോളം ഇവിടെ നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് ബീൻ്റെ നെഗറ്റീവ് ചാർജ് കിട്ടുന്ന ആ ചാർജസിനെ വിളിക്കുന്ന പേരാണ് ബൗണ്ട് ചാർജസ്. ക്ലിയർ? ഇനി അത് കാരണം ഉണ്ടാകുന്ന ഇവിടുത്തെ ചാർജുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ പോസിറ്റീവ് ചാർജിനെ വിളിക്കുന്നവരാണ് ഫ്രീ ചാർജ്. ഓക്കെ, പേരുകളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇങ്ങനെ കുറേ ഇൻഡക്ഷൻ നടക്കുമ്പോഴുള്ള പ്രോസസ്സുകളെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സിമിലർലി ഇപ്പോൾ നമ്മൾ ഈ ഫിഗർ വിടുക. ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടല്ലോ, ഈ ബീനെ നമ്മൾ എന്ത് ചെയ്യുവാണെന്ന് വെച്ചാൽ എർത്ത് ചെയ്യുവാണ്. ഒരു വയർ വെച്ചിട്ട് നിങ്ങൾ താഴെ കാണുന്നില്ലേ, ഇതിനെ എർത്ത് ചെയ്യാന്ന് പറയും. ഇപ്പോൾ ഇങ്ങനെ എർത്ത് ചെയ്യുവാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ്, ഇവിടെ കുറേ പോസിറ്റീവ് ചാർജ്, ഈ പോസിറ്റീവ് ചാർജുകളൊക്കെ എന്ത് ചെയ്യും, ഈ എർത്തിലേക്ക് എന്ത് ചെയ്യും, ലീവ് ചെയ്യും. അല്ലെങ്കിൽ എർത്തിലേക്ക് ലീവ് ചെയ്യുന്ന വെച്ചാൽ എർത്തിലേക്ക് വന്ന് പതിക്കും. അപ്പോൾ ഇവിടെ ചാർജൊന്നും ഇല്ലാത്ത അവസ്ഥയാവും. ഓക്കെ, അപ്പോൾ ചാർജൊന്നും ഇല്ലാണ്ട് ഇവിടെ ബാക്കി ആര് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ്, ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. ഇതും കൂടി റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു ഇത് ബൗണ്ട് ചാർജാണ്. ഇത് എപ്പോൾ റിമൂവ് ചെയ്യുന്ന അപ്പോൾ മാത്രമേ ഇത് റിമൂവ് ആയി പോവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏതും പോവും, ബിയും കൂടി പോവും. ക്ലിയർ? അപ്പോൾ നമുക്ക് അങ്ങനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ആ ഇൻഡ്യൂസ് ചെയ്ത ആ ബിയിലുള്ള ചാർജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. മറ്റത് എർത്ത് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചാർജുകളെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ക്ലിയർ? ആ പ്രോസസ്സ് പറയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിൻ്റെ മൊത്തത്തിലുള്ള പേരാണ് എന്ത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഇൻഡക്ഷൻ്റെ കാര്യത്തിൽ പറയാൻ വേണ്ടിയുള്ളത്.
അപ്പോൾ ദ പ്രോസസ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഒരു ജനറൽ കൺക്ലൂഷൻ പറഞ്ഞുതരാം. അതായത് ഒരു പോസിറ്റീവ് ചാർജ് എന്ത് ഇൻഡ്യൂസ് ചെയ്യും? ഒരു നെഗറ്റീവ് ചാർജിനെ ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ചാർജ് എന്തിനെ ഇൻഡ്യൂസ് ചെയ്യും? ഒരു പോസിറ്റീവ് ചാർജിനെ എന്ത് ചെയ്യും? തിരിച്ച് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഈച്ച് ഓഫ് ദീസ് ഇൻഡ്യൂസ് ചാർജസ് ഈസ് ഈക്വൽ ടു ദ ഇൻഡ്യൂസിങ് ചാർജ്. ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജും ഇൻഡ്യൂസ്ഡ് ചാർജും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ജസ്റ്റ് കൺസെപ്റ്റ് പോലെ ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, പിന്നെ ഉള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തതാണ്? എടുത്തതാണ് അല്ലേ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ എടുത്തതാണ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസും നമ്മൾ എന്ത് ചെയ്തതാണ്? ഹാൻഡിൽ ചെയ്യാണ്. ഓക്കെ, സ്പിയറിൻ്റെ ഇൻസൈഡ് ഔട്ട്സൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് പോലെയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും അതിന് പിന്നെ ബാക്കിയുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഡയലക്ട്രിക് സ്ട്രെങ്ത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതും ഇതിൻ്റെ കുറച്ചും കൂടി പോർഷൻ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് തീരും. ഓക്കെ, നമുക്കത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ ദെൻ, താങ്ക് യു.